ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ന്യൂ SCERT സീരീസിൽ നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 2 വരുന്ന ഒരു അധ്യായമാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ടെക്സ്റ്റ് തന്നെയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അധ്യായം മാറ്റങ്ങളുടെ ലോകം എന്ന 7th ചാപ്റ്റർ ആണ്. മാറ്റങ്ങളുടെ ലോകം, അധ്യായം 7, മാറ്റങ്ങളുടെ ലോകം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ധാരാളം മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായി സാധിക്കും അല്ലേ. നമ്മൾ ചുറ്റുപാട് നിരീക്ഷിക്കുകയാണെങ്കിൽ രൂപം, ഘടന, അവസ്ഥ എന്നിവയിലെല്ലാം തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചും കണ്ടും ഒക്കെ അറിഞ്ഞതാണ്. ഇത് ഇവിടെ ഈ ഒരു അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു കോഴിമുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായി മാറുന്നതിൻ്റെ ചിത്രം. അപ്പോൾ ഇത്തരത്തിൽ കോഴിമുട്ട വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കേണ്ടേ. അങ്ങനെ അപ്പോൾ ഇവിടെ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ മുട്ടയ്ക്കുള്ളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകണം. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ജോഡിയിലും നമ്മൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ എന്താണ്? ഒന്നാമത് ശർക്കര തന്നിട്ടുണ്ട്. ശർക്കര എന്ത് സംഭവിച്ചു? പൊടിയുന്നു. ശർക്കര പൊടിയുന്നു. പയറുവിത്ത് എന്താ ചെയ്തത്? മുളയ്ക്കുന്നു. മേഘം മഴയായിട്ട് മാറുന്നു. അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇവിടെയുള്ള 3 മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. 3 ഒരുപോലെയാണോ? അല്ല, മാറ്റങ്ങൾ പലതരത്തിലാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ. മെഴുക്, പേപ്പർ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചില കരകൗശല വസ്തുക്കളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇപ്പം അതിനായിട്ട് കളർ ക്ലേ, കളർ പേപ്പർ, ചാർട്ട് പേപ്പർ, മുത്തുകൾ, കത്രിക, സ്കെച്ച് പേന എന്നിവയൊക്കെ ആവശ്യമായിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള ഈ സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലാണ് ഈ ഒരു ആക്ടിവിറ്റി തന്നിട്ടുള്ളത്. ഇങ്ങനെ ഇത്തരത്തിൽ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണെങ്കിൽ അല്ലെങ്കിൽ രൂപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം മാറ്റം വരും? കളർ ക്ലേക്ക് എന്ത് സംഭവിക്കും? ആകൃതി മാറും. കളർ പേപ്പറിന് എന്ത് സംഭവിക്കും? ആകൃതി മാറും. അതുപോലെ തന്നെ ചാർട്ട് പേപ്പറിൻ്റെ ആകൃതിയും നിറവും ഒക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നിട്ടുള്ള വസ്തുക്കളുടെ രൂപങ്ങളും ആകൃതിയും ഒക്കെ മാറുന്നു. അങ്ങനെ കളർ ക്ലേ എന്നൊരു പദാർത്ഥത്തിനാണോ അതിൻ്റെ രൂപത്തിനാണോ ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്? കളർ ക്ലേ എന്ന പദാർത്ഥത്തിനല്ല, അതിൻ്റെ രൂപത്തിനാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഈ ചിത്രങ്ങളൊന്ന് നിരീക്ഷിച്ചേ. ഇവിടെ എന്തെല്ലാം രൂപമാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? ഒന്നാമത് ഇവിടെ തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ അവിടെ ഒരു രൂപമാറ്റം സംഭവിച്ചു. തടി ഉപയോഗിച്ചുകൊണ്ട് കസേര ഉണ്ടാക്കുന്നു. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കിക്കൊണ്ട് അത് വലുതാക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കും. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ അടുത്തത് എന്താണ്? ചില്ലുകുപ്പി കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല, ഇവയെല്ലാം രൂപമാറ്റം സംഭവിക്കുന്നവയാണ്. ഇതുപോലെ തന്നെയാണ് അവസ്ഥാമാറ്റവും. അപ്പോൾ നമുക്ക് ജലത്തിൻ്റെ അവസ്ഥാമാറ്റത്തെക്കുറിച്ച് പറയാം. പ്രകൃതിയിലും മറ്റ് ജീവജാലങ്ങളും ജലത്തിൻ്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മഴയുണ്ടാകുന്നത്, മഞ്ഞുവീഴ്ച, ജലഭാഷ്പം ഘനീഭവിച്ചുകൊണ്ട് മഞ്ഞ് പരലുകളായിട്ട് മാറുന്നതാണ് ഈ മഞ്ഞുവീഴ്ച. ഇനി തുഷാരം, പുല്ലുകളും ഇലകളും പോലെയുള്ള തണുത്ത പ്രതലത്തിൽ ജലഭാഷ്പം ഘനീഭവിക്കുന്നതാണ് തുഷാരം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതല്ലേ? നമുക്ക് കേട്ട ഓർമ്മയൊക്കെയില്ലേ? ഓക്കെ, അടുത്ത നമുക്ക് ഉദാഹരണം പറയാം. മനുഷ്യർ നമ്മൾ വിയർക്കുന്നതില്ലേ? വിയർപ്പ് ചർമ്മത്തിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെടുകയും ശരീരത്തെ തണുപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പറയാം ധ്രുവപ്രദേശങ്ങളിലെ ഐസ്, തണുത്തുറഞ്ഞ വെള്ളം ഐസായിട്ട് മാറുന്നു. ഹിമാനികൾ ഉരുകുന്നു. ഐസ് ഉരുകുന്നത് നദികളിലേക്കും അരുവികളിലേക്കും ഒക്കെ ശുദ്ധജലം നൽകുന്ന ഒരു ഇതാണ് ഹിമാനികൾ ഉരുകുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ജലത്തിൻ്റെ അവസ്ഥാമാറ്റങ്ങൾ മൂലം പ്രകൃതിയും ജീവജാലങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിന് മാറ്റമുണ്ടാകുന്നുണ്ടോ? ജലം തണുപ്പിക്കുമ്പോൾ എന്താണ്? അത് ഐസായിട്ട് മാറുന്നു, അതായത് ഖരാവസ്ഥയിലേക്ക് മാറുന്നു. ജലം എന്ന ദ്രാവകം ചൂടാക്കുമ്പോഴോ വാതകാവസ്ഥയിലുള്ള നീരാവിയായിട്ട് മാറുന്നു. അപ്പോൾ ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. അപ്പോൾ
ഇനി മറ്റൊരു സന്ദർഭം നോക്കാം. മെഴുക് ഉരുകുമ്പോൾ. മെഴുക് എന്ന് പറയുന്നത് ഒരു ഖരവസ്തുവാണല്ലോ. ഒരു മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണെങ്കിൽ ആ മെഴുകിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മെഴുക് അപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. മെഴുകിൻ്റെ ആകൃതിയും വലിപ്പവും മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി സ്പൂണിൽ ചെറിയൊരു കഷ്ണം മെഴുകെടുത്ത് ചൂടാക്കുന്നു. അപ്പോൾ മെഴുകിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത്? അവിടെ മെഴുക് ഉരുകുകയാണ് ചെയ്യുന്നത്. ഈ ഉരുകിയ മെഴുക് ഖരാവസ്ഥയിലുള്ള മെഴുകായിട്ട് മാറുകയും ചെയ്യും കുറച്ച് സമയത്തിന് ശേഷം. അപ്പം ആദ്യം എന്താണ്? സ്പൂണിൽ ചെറിയൊരു കഷ്ണം മെഴുകെടുത്ത് ചൂടാക്കുകയാണെങ്കിൽ മെഴുക് ഉരുകിയ അവസ്ഥയിലേക്ക് മാറും. അതിനുശേഷം ആ ഒരു മെഴുകിനെ തണുക്കാനായിട്ട് ഒരല്പം നേരം തണുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ആ ഉരുകിയ മെഴുക് ഖരാവസ്ഥയിലുള്ള മെഴുകായിട്ട് മാറും. ഖരാവസ്ഥയിലുള്ള മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമല്ലേ? അതെ, ഇത് ഒരേ പദാർത്ഥമാണ്. ഇത് ശേഷം ഇവിടെ നോക്കിക്കേ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മെഴുക് മുറിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മെഴുക് മുറിക്കുന്ന സമയത്ത് ആകൃതിയും വലിപ്പവും മാറുന്നു. അപ്പോൾ അവസ്ഥ എന്താണ്? അതപ്പോഴും ഖരാവസ്ഥയിൽ തന്നെയല്ലേ മുറിക്കുന്ന സമയത്ത്? അതെ, അത് ഖരാവസ്ഥയിലാണ്. ഇനി മെഴുക് ചൂടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? മെഴുക് ചൂടാകുമ്പോൾ മെഴുക് ഉരുകുന്നു. ഉരുകുമ്പോൾ ഏതവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലാണ്. ഉരുകിയ മെഴുക് പിന്നീട് തണുപ്പിക്കുന്നു. അപ്പോഴോ മെഴുക് ഖരാവസ്ഥയിലേക്ക് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. ഉരുകിയ മെഴുക് തണുപ്പിക്കുമ്പോൾ മെഴുക് ഖരാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഏതാണ് അവസ്ഥ? ഖരമാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ എന്താണ് ഈ പദാർത്ഥത്തിനൊക്കെ സംഭവിക്കുന്നത്? മെഴുക് ചൂടാക്കുമ്പോൾ ഇവിടെ അവസ്ഥാമാറ്റം നിരീക്ഷിക്കുകയാണ് എങ്കിൽ അതിനായിട്ട് നമുക്കിവിടെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. എന്താണ്? അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സാമഗ്രികളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ? മെഴുക്, ബോയിലിംഗ് ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, കോട്ടൺ, ലാമ്പ് എന്നിങ്ങനെ. ഇപ്പം നോക്കാം. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെ ബോയിലിംഗ് ട്യൂബിൽ മെഴുക് കഷ്ണം എടുത്തുകൊണ്ട് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക. ബോയിലിംഗ് ട്യൂബിൻ്റെ വായ് ഭാഗം കോട്ടൺ ഉപയോഗിച്ച് അടയ്ക്കണം. ഈ ഒരു ഭാഗത്ത് കോട്ടൺ ഉപയോഗിച്ച് അടയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? മെഴുക് നീരാവിയായിട്ട് മാറുന്ന സമയത്ത് ഈ വായ് ഭാഗത്തെ പഞ്ഞിയിൽ അത് അടിഞ്ഞുകൂടും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും? അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ ബോയിലിംഗ് ട്യൂബിൽ മെഴുക് കഷ്ണം എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കി ബോയിലിംഗ് ട്യൂബിൻ്റെ വായ് ഭാഗം അടച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. നിരീക്ഷിക്കുക. ഇനി നമ്മളിവിടെ നിരീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ബോയിലിംഗ് ട്യൂബിലെ മെഴുക് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉരുകാനായിട്ട് തുടങ്ങും. അങ്ങനെ കൂടുതൽ ചൂടാകുന്ന സമയത്ത് ഉരുകിയ മെഴുക് നീരാവിയായിട്ട് മാറും. ആ നീരാവിയുടെ ഭാഗങ്ങൾ മെഴുക് നീരാവി ട്യൂബിൻ്റെ വായ് ഭാഗത്തെ പഞ്ഞിയിൽ അടിഞ്ഞുകൂടുന്നു. ബോയിലിംഗ് ട്യൂബ് തണുക്കാൻ അനുവദിക്കുന്ന ശേഷം ഇതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ബോയിലിംഗ് ട്യൂബ് അല്പനേരത്തേക്ക് തണുക്കാനായിട്ട് അനുവദിക്കണം. അങ്ങനെ തണുക്കാനായിട്ട് അനുവദിക്കുന്ന സമയത്ത് ട്യൂബിനുള്ളിലെ ദ്രാവക മെഴുക് വീണ്ടും ഖരാവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ചൂടാകുകയും തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ മെഴുകിൻ്റെ അവസ്ഥ മാത്രമേ മാറുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം മെഴുകിനുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ചൂടാക്കുകയും തണുപ്പിക്കുകയും ചെയ്യുമ്പോൾ മെഴുകിൻ്റെ അവസ്ഥ മാത്രമേ മാറുന്നുള്ളൂ. പുതിയ പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിഗമനമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. ചൂടാക്കുന്നതിന് മുൻപ് മെഴുക് ഏതവസ്ഥയിലായിരുന്നു? ഖരാവസ്ഥയിലായിരുന്നു. ചൂടാക്കിയപ്പോൾ അവസ്ഥയിൽ വന്ന മാറ്റം എന്താണ്? ഈ ഒരു ഖരാവസ്ഥയിലുള്ള മെഴുക് ചൂടാക്കിയപ്പോൾ ദ്രാവക രൂപത്തിലായി മാറി. കൂടുതൽ ചൂടാക്കിയപ്പോൾ ഏതവസ്ഥയിലേക്ക് മാറി? ദ്രാവക മെഴുക് കൂടുതൽ ചൂടാക്കിയ സമയത്ത് നീരാവിയായിട്ട് മാറി. തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ഏത് അവസ്ഥയിലായി മാറി? തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ദ്രാവകാവസ്ഥയിലേക്കും പിന്നീട് ഖരാവസ്ഥയിലേക്കുമാണ് മാറിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായി മാറിയോ? ഇതാണ് നമ്മൾ അവസാനം നിരീക്ഷണമായിട്ട് പറഞ്ഞത്. ഒരു പുതിയ പദാർത്ഥമായി മാറിയിട്ടുണ്ടായിരുന്നില്ല.
പുതിയ പദാർത്ഥമായിട്ട് മാറിയിട്ടില്ല. അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിഗമനം. ഈ ഒരു മെഴുകിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മാറ്റം സ്ഥിരമാണോ? അങ്ങനെയാണെങ്കിൽ തിരിച്ചത് ഖരാവസ്ഥയിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അത് തെറ്റല്ലേ? മെഴുകിനുണ്ടായ മാറ്റം സ്ഥിരമല്ല, താൽക്കാലികമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമ്മളിതാ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഭാഗം നോക്കിക്കേ. മെഴുക് കട്ട താപോർജം സ്വീകരിച്ചുകൊണ്ട് ചൂടാക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? ഉരുകിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. ഉരുകിയ മെഴുക് എന്തായി? ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറി. പിന്നീടും ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് മാറി. മെഴുക് ബാഷ്പമായിട്ട് മാറി. അതിനുശേഷം തണുക്കാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ്. ആ സമയം താപോർജം പുറത്തു വിട്ടുകൊണ്ട് മെഴുക് ബാഷ്പാവസ്ഥയിൽ നിന്ന് തണുത്ത് ബാഷ്പാവസ്ഥയിലെ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചെയിൻ വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു പദാർത്ഥത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, അതിൻ്റെ അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എത്തിച്ചേരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു ഭൗതികമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത്. ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് ഉണ്ടാകുന്നത്, ഭൗതിക മാറ്റം മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് ഭൗതിക മാറ്റം? പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഈ ഭൗതിക മാറ്റത്തിൽ ഉൾക്കൊള്ളുന്നത്? നമ്മളിപ്പോൾ പഠിച്ച ഉദാഹരണങ്ങൾ ഉൾപ്പെടെ വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റം മൂലം എന്താണ്? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മൾ ആദ്യത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അവിടെ ക്ലേക്ക് വലിപ്പം കുറയുന്നു, അതുപോലെ ആകൃതി മാറുന്നു എന്നുള്ളതല്ലാതെ ക്ലേ എന്നത് ക്ലേ ആയി തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലേ? ഇപ്പം മെഴുകിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അതെ, അത് ഏത് രൂപത്തിൽ പോവുകയാണ് എങ്കിലും പിന്നീട് തിരിച്ച് ഖരാവസ്ഥയിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഭൗതിക മാറ്റം സംഭവിക്കുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഊർജം പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. ഈ ഭൗതിക മാറ്റങ്ങൾ എന്നത് താൽക്കാലിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റം എന്നത് താൽക്കാലിക മാറ്റമാണ്. അപ്പോൾ എന്താണ് ഭൗതിക മാറ്റം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുത്തെ സവിശേഷത എന്താണ്? ഭൗതിക മാറ്റം കാരണം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ഭൗതിക മാറ്റങ്ങൾ എന്നത് താൽക്കാലിക മാറ്റങ്ങൾ മാത്രമാണ്. ഇങ്ങനെയുള്ള ഈ ഭൗതിക മാറ്റങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ വീട്ടിലെ പൊട്ടിയതും ഉപയോഗശൂന്യവുമായിട്ടുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവ നമ്മൾ റീയൂസ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ? അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു, ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നു, പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ചെടികൾ നടുന്നതിനായി ഉപയോഗിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിൽ മാറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ വസ്തുക്കളെ നമ്മൾക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കുമോ? ഭൗതികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് സാധിക്കുമോ? പുനർനിർമ്മാണത്തിന് അതിന് വേണ്ടിയിട്ട് അവസ്ഥാമാറ്റം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അതിനുദാഹരണമാണ് ഇവിടെ നമ്മൾ ഇനി പറയുന്നത്. അവയെക്കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ പുനർനിർമ്മാണത്തിലൂടെ. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. നമുക്കറിയാവുന്നതാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയാനായിട്ട് പാടില്ല. അവയെ ശാസ്ത്രീയമായി മാത്രമേ സംസ്കരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവയെ ഇതുപോലെ നല്ല രീതിയിൽ അലക്ഷ്യമായി വലിച്ചെറിയാതെ നല്ല രീതിയിൽ പുനർനിർമ്മിക്കുന്നതിനായിട്ട് സാധിക്കും. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളാക്കി പുനർനിർമ്മിക്കാൻ കഴിയുന്നവയാണ്. ഇരുമ്പ്, പിച്ചള, അലുമിനിയം തുടങ്ങി ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് മാത്രമല്ല, ഇരുമ്പ്, പിച്ചള, അലുമിനിയം തുടങ്ങി എല്ലാതരം വസ്തുക്കളും ലോഹങ്ങളും പുനർനിർമ്മിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ താഴെ നൽകിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ പ്ലാസ്റ്റിക്കിനെ ഇത്തരത്തിൽ ഉപയോഗപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കാം. ഇവിടെ തന്നതുപോലെ പേപ്പർ, അതുപോലെ ലോഹങ്ങളെല്ലാം ഇതുപോലെ പുനർനിർമ്മിക്കുന്നതിനായിട്ട് സാധിക്കും. ഇതാണ് റീസൈക്ലിംഗ് അഥവാ പുനർനിർമ്മാണം. ഇനി പുനരുപയോഗം എന്താണ്? പുനരുപയോഗം അഥവാ റീയൂസ്, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെയാണ് പുനരുപയോഗം എന്ന് പറയുന്നത്. അതായത്
അതായത് പാഴ്വസ്തുക്കൾ എന്ന് ഉപേക്ഷിക്കുന്നവയെ പിന്നീട് നല്ല രീതിയിൽ ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുവാക്കി മാറ്റി ഉപയോഗിക്കുന്നതിനെയാണ് പുനരുപയോഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെ മനോഹരമായിട്ട് നമുക്ക് ഈ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി നമുക്ക് പാഴ്വസ്തുക്കളെ മാറ്റാനായിട്ട് സാധിക്കും. അതും ഇതുപോലെ ആലങ്കാരികമായിട്ട് ഭംഗിയോടുകൂടി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗിക്കുന്നതിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. അപ്പോൾ ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ജീവിത സന്ദർഭത്തിൽ വരുന്ന കുറച്ച് ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് തന്നിട്ടുണ്ട് അരി പൊടിപ്പിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൗതികപരമായി എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്? വലിപ്പം കുറയുന്നു, അത് പൊടിയായി മാറുന്നു. രണ്ടാമത് നമുക്ക് പറയാം പച്ചക്കറി കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നത്, പച്ചക്കറി അരിയുന്നതൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആകൃതിയും വലിപ്പവും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതാണ് ഒരു ഭൗതിക മാറ്റം സംഭവിക്കുന്നത്. പിന്നെ ചോക്ക് കഷ്ണം പൊടിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ ചോക്ക് കഷ്ണമൊക്കെ പൊടിക്കും, എന്ത് സംഭവിക്കും? വലിപ്പവും ആകൃതിയും മാറുന്നു. എന്നാൽ പുതിയ പദാർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താണ്? ഭൗതിക മാറ്റം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ പരിചയമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഭൗതിക മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഭൗതിക മാറ്റം മാത്രമല്ല മറ്റ് ചില മാറ്റങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അവയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് പരീക്ഷണങ്ങൾ, 2 പരീക്ഷണങ്ങൾ തരുന്നുണ്ട്. ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ പരീക്ഷണത്തിനായിട്ട് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ പഞ്ചസാര, സ്പൂൺ, തീപ്പെട്ടി, ഒരു മെഴുകുതിരി, ഈർക്കിൽ, ലാമ്പ് എന്നിവ ആവശ്യമാണ്. ഇവിടെ സ്പൂണിൽ ഒരല്പം പഞ്ചസാര എടുത്ത് അത് ലാമ്പിൽ കാണിച്ച് ചൂടാക്കി എടുക്കുന്നു. അപ്പോൾ പഞ്ചസാരയ്ക്ക് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നത്? അപ്പോൾ പഞ്ചസാര ഉരുകി വരുന്നു. ആ ഉരുകിയ പഞ്ചസാര ഈർക്കിലെടുത്തിട്ട് രുചിച്ച് നോക്കുക. ശേഷം വീണ്ടും ചൂടാക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അതുപോലെ പഞ്ചസാരയുടെ നിറത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഇതിനെല്ലാം ശേഷം ഇത് തണുക്കാനായിട്ട് അനുവദിക്കുക. കുറച്ചു നേരം തണുത്ത ശേഷം ഈ പദാർത്ഥം ഈർക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് രുചിയായിരിക്കും ഉണ്ടാവുക? പൂർണ്ണമായിട്ടും ഈ ഒരു പഞ്ചസാര കറുത്ത നിറമാകുന്നത് വരെ പിന്നെയും ചൂടാക്കിക്കൊണ്ടിരിക്കുക. തണുത്ത ശേഷം ഈ പദാർത്ഥത്തെ വീണ്ടും മറ്റൊരു ഈർക്കിലിൽ എടുത്തിട്ട് രുചിച്ച് നോക്കുക. അങ്ങനെ രുചിയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കുക. അപ്പോൾ 3 ഘട്ടമാണ് പറഞ്ഞത്. അല്പം ചൂടാക്കുമ്പോൾ നിറത്തിന് എന്ത് സംഭവിക്കുന്നു? അല്പം ചൂടാക്കുമ്പോൾ നിറത്തിന് മാറ്റം വരുമോ? ഇല്ല, മാറ്റമൊന്നും വരില്ല. അപ്പോൾ രുചി എന്താണ്? രുചി മധുരം തന്നെയായിരിക്കും. ഇവിടെ അവസ്ഥ എന്താണ്? ഉരുകുകയാണ് ചെയ്യുന്നത്. അവിടെ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ഉണ്ടാകുന്നില്ല. ഉരുകിയ പഞ്ചസാര വീണ്ടും ചൂടാക്കി നമ്മൾ. ആദ്യത്തെ ഒരു ഘട്ടത്തിന് ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ഉരുകിയ പഞ്ചസാര വീണ്ടും ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി. ഒരു ചെറിയ തവിട്ട് നിറമായിട്ട് മാറി. ഒരു ഇളം തവിട്ട് നിറം എന്നൊക്കെ പറയുന്നത് അല്ല, നിറത്തിലേക്ക് മാറി. മാറ്റം എന്താണ്? കട്ടിയായിട്ടുള്ള ഒരു ദ്രാവകമായിട്ട് മാറി. നമ്മൾ പഞ്ചസാര പാനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെ. അപ്പോൾ മധുരം മുതൽ കയ്പ്പ് വരെയുള്ള ഒരു രുചിയായിരിക്കും ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതിനുശേഷം പിന്നെയും കൂടുതൽ സമയം ചൂടാക്കിയപ്പോൾ അപ്പോൾ എന്ത് സംഭവിച്ചു? നിറം കറുത്ത നിറമായിട്ട് മാറി, കറുപ്പ് നിറമായിട്ട് മാറി. അവിടെ എന്ത് പദാർത്ഥമാണ് ഉണ്ടായത്? ഒരു ഖരാവസ്ഥയിലുള്ള പദാർത്ഥമായി മാറി. അവിടുത്തെ രുചി എന്ന് പറയുന്നത് കയ്പ്പായിരിക്കും, നല്ല രീതിയിലുള്ള കയ്പ്പായിരിക്കും. ഇവിടെ പുതിയ ഒരു പദാർത്ഥം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? ഓരോ സന്ദർഭത്തിലും പഞ്ചസാരയ്ക്ക് ഉണ്ടായ മാറ്റം നിരീക്ഷിക്കുമ്പോൾ പുതിയൊരു പദാർത്ഥം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ ലഭിക്കുന്ന കറുത്ത നിറമുള്ള ഈ പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അത് കരിയാണ്. കരി നമുക്ക് ലഭിച്ചു. ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. ഇനി ഒരു തിരിച്ച് പോയി മറ്റേ പദാർത്ഥത്തിലേക്ക്, മെഴുക് പോയതുപോലെ തിരിച്ച് ഖരാവസ്ഥയിലേക്കോ മെഴുക് രൂപത്തിലേക്കോ തന്നെ പോയതുപോലെ ഇവിടെ കരി തിരിച്ചു പോകുന്നില്ല. ഇതൊരു സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അപ്പൊ ഇവിടെ അവസാനം ലഭിച്ച ഈ കറുത്ത പദാർത്ഥം കരിയും പഞ്ചസാരയും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. പഞ്ചസാര ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പദാർത്ഥം കരിയാണ്. ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഭൗതിക മാറ്റമാണോ? അല്ല, രാസമാറ്റമാണ് സംഭവിച്ചത്. രാസമാറ്റം മൂലമാണ് ഇവിടെ രുചി ഇവിടെ മറ്റൊരു പരീക്ഷണം കൂടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം രാസമാറ്റം സംഭവിച്ച് പുതിയൊരു പദാർത്ഥം രൂപം കൊള്ളുന്നു എന്നുള്ളത്. അപ്പൊ എന്താണ് രാസമാറ്റം എന്നത്? രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്നാൽ രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഗുണങ്ങളിൽ മാറ്റം ഉണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.
ഇത്തരം മാറ്റം നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ആണ് ചെയ്യുന്നത്. ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്ഥിരമാറ്റങ്ങളായിട്ടാണ് ഇവ സംഭവിക്കുന്നത്. ഇത്തരം മാറ്റങ്ങളെയാണ് രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത്. രാസമാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഊർജം സ്വീകരിക്കുകയോ പുറന്തള്ളുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത്തരം മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. മാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ സവിശേഷത മനസ്സിലാക്കുക. രാസമാറ്റം നടക്കുമ്പോൾ രാസഗുണങ്ങളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇവിടെ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നുണ്ട്. രാസമാറ്റം എന്നത് സ്ഥിരമാറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ രാസമാറ്റവും ഭൗതിക മാറ്റവും എന്താണെന്ന് മനസ്സിലായി. നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് താരതമ്യ പഠനം നടത്താം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഭൗതിക മാറ്റമാണ് ആദ്യം തന്നിട്ടുള്ളത്, രണ്ടാമത് രാസമാറ്റം. ആദ്യം ഭൗതിക മാറ്റത്തിൽ എന്താണ്, പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിൽ മാറ്റം സംഭവിക്കുന്നു. ഇപ്പോൾ രാസമാറ്റത്തിലോ പദാർത്ഥത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നുണ്ട്, രാസഗുണങ്ങളിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇനി ഭൗതിക മാറ്റത്തിൽ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് പദാർത്ഥം പുതിയതായിട്ട് രൂപപ്പെടുന്നുണ്ടോ? ഇവിടെ ഒരു പുതിയ പദാർത്ഥം രൂപപ്പെടുന്നില്ല, പദാർത്ഥം പുതിയതില്ല. ഓക്കെ. എന്നാൽ ഇവിടെ രാസമാറ്റം സംഭവിക്കുമ്പോഴോ പുതിയ പദാർത്ഥം രൂപപ്പെടുന്നുണ്ട്, അല്ലെ? പുതിയൊരു പദാർത്ഥം ഉണ്ടായി വരുന്നുണ്ട്. ഭൗതിക മാറ്റത്തിൽ എല്ലായ്പ്പോഴും താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ രാസമാറ്റത്തിൽ എന്താണ്, താപം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഭൗതിക മാറ്റത്തിൽ പദാർത്ഥത്തിന്റെ ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ മാത്രമേ മാറുന്നുള്ളൂ. എന്നാൽ രാസമാറ്റത്തിൽ എന്താണ്, പദാർത്ഥത്തിന്റെ രാസഘടന തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ രാസമാറ്റം എന്നത്? സ്ഥിരമാറ്റമാണ്. രാസമാറ്റം സ്ഥിരമാണ്. എന്നാൽ ഭൗതിക മാറ്റം താൽക്കാലികമാണ്. ഓക്കെ ആണല്ലോ. ഭൗതിക മാറ്റം താൽക്കാലികമാണ്, രാസമാറ്റം സ്ഥിരമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഭൗതിക മാറ്റവും രാസമാറ്റവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തി. ഇപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോകാം. രാസമാറ്റം നിത്യജീവിതത്തിൽ. പ്രകൃതിയിൽ നിത്യേന ധാരാളം രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിൽ പലതും നമ്മൾ ഇന്ന് നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കുറച്ച് രാസമാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ ആഹാരം ദഹിക്കുന്നത്, ചെമ്പുപാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, തൈര് പുളിക്കുന്നത്, പൂത്തിരി കത്തുന്നത്. ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണമാണ്. വീണ്ടും കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ആഹാരം വേവുന്നത്, മുറിച്ച ആപ്പിളിന്റെ നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ? കുറച്ചു നേരം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നിറം മാറുന്നില്ലേ? അതും ഈ പറഞ്ഞതുപോലെ രാസമാറ്റമാണ്. മാലിന്യങ്ങൾ ജീർണിച്ചു പോകുന്നത്, മാങ്ങയൊക്കെ പഴുക്കുന്നത്, പാല് തൈരായിട്ട് മാറുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പം ഇതില് ചിലത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്, എന്നാൽ ചില രാസമാറ്റങ്ങൾ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളതല്ല. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ നോക്കിക്കേ, നമുക്ക് തുരുമ്പ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ തുരുമ്പ് എന്ന് പറയുന്നത്? ഇരുമ്പ് വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് തുരുമ്പുണ്ടാകുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ എണ്ണ പുരട്ടിയോ പെയിന്റ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ഇരുമ്പിൽ ഒന്നെങ്കിൽ എണ്ണ പുരട്ടും, അല്ലെങ്കിൽ പുതിയതൊക്കെ ആയി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്യും, അല്ലെങ്കിൽ റീവർക്ക് ചെയ്യുമ്പോഴും പെയിന്റ് ഒക്കെ ചെയ്ത് സൂക്ഷിക്കും. എന്തിനാ? തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം? ഇരുമ്പിന് വായുവുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാകുന്നു. അപ്പോഴെന്താണ്, ഈ വായുവിലെ ഈർപ്പവും ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെയാവുകയും ഇരുമ്പിന് തുരുമ്പ് ഉണ്ടാകാതെ കുറച്ചു കാലം സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ആഹാര പദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന രാസമാറ്റം ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ തടയുന്നതിനായിട്ട് എന്ത് ചെയ്യും? ഒന്ന്, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ റെഫ്രിജറേറ്ററിലാണ് ഫുഡ് സൂക്ഷിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കാം. ചില പദാർത്ഥങ്ങൾ കണ്ടിട്ടില്ലേ, ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നത്, പഞ്ചസാര ലായനിയിലിട്ട് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ തിളപ്പിച്ച് സൂക്ഷിച്ചു വെക്കുന്നത്, അച്ചാറിട്ട് വെക്കുന്നത്. ഇതെല്ലാം എന്താണ്? ഇത്തരത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കേടുവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പരീക്ഷണമാണ്. അപ്പം അതിനായിട്ട് വിനാഗിരി
ഒരു മുട്ടത്തോട്, അപ്പക്കാരം, ഗ്ലാസ്, സ്പൂൺ എന്നിവ ആവശ്യമുണ്ട്. അപ്പം മുട്ടത്തോട് പൊടിച്ച് ചെറു കഷ്ണങ്ങളാക്കി അധികം മാറ്റുക. അപ്പം അതെന്ത് മാറ്റമാണ്? മുട്ടത്തോട് പൊടിച്ച് കഷ്ണങ്ങളാക്കി മാറ്റുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് ഭൗതിക മാറ്റമാണ് കേട്ടോ, ഭൗതിക മാറ്റമാണ്. മുട്ടത്തോടിൻ്റെ ഏതാനും ചെറു കഷ്ണങ്ങൾ ഒരു ഗ്ലാസ്സിലിടുക, അതിൽ വിനാഗിരി ഒഴിക്കുക. അപ്പം എന്ത് മാറ്റമാണ് അവിടെ നടക്കുന്നത്? അപ്പോൾ എന്ത് സംഭവിക്കും? മുട്ടത്തോടിൻ്റെ കഷ്ണങ്ങൾ വിനാഗിരിയിൽ ഇടുന്ന സമയത്ത് മുട്ടത്തോടിലെ കാൽഷ്യം കാർബണേറ്റുമായിട്ട്, ഈ വിനാഗിരി എന്ന് പറയുന്ന ആസിഡാണ്, അതറിയാലോ. അപ്പോൾ വിനാഗിരിയിലെ ആസിഡ് പ്രതിപ്രവർത്തനം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തിൻ്റെ കുമിളകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു കുമിളകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അതിനകത്ത് നടക്കുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഇവിടെ എന്താണ് കാരണം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇത് ഒരു രാസമാറ്റമാണ്. കാരണം പുതിയ പദാർത്ഥം അല്ലെങ്കിൽ ആ ചെറിയ കുമിളകൾ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുമിളകൾ ഉണ്ടാവുകയും മുട്ടത്തോട് പതുക്കെ അതിൽ ലയിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് രാസമാറ്റമാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ഗ്ലാസ്സിലേക്ക് ഒരു ഗ്ലാസ്സിൽ വിനാഗിരി എടുത്തിട്ട് അതിൽ ഒരു സ്പൂൺ അപ്പക്കാരം ഇടുക. അപ്പക്കാരം ഇടുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നിരീക്ഷിക്കുക. അതിലെന്ത് മാറ്റം ഉണ്ടാകുന്നേ? ഇവിടെ വിനാഗിരിയും അപ്പക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഈ വിനാഗിരിയിൽ കലർത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ കുമിളകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്നത്, ആ കുമിളകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും എന്താണ്? ഒരു രാസമാറ്റമാണ്. ഇനി ഇതെവിടെ താഴെ നോക്കിക്കേ, പൂത്തിരി കത്തുമ്പോൾ. പൂത്തിരി കത്തുന്നത് കാണാൻ നല്ല ഭംഗിയില്ല, നമ്മൾ കണ്ടിട്ടില്ലേ? ഒരുപാട് ഒക്കേഷനിൽ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ പൂത്തിരി കത്തിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? ഒന്ന്, ഇത് വർണ്ണാഭമായിട്ടാണ് കത്തുന്നത്, കാണാൻ നല്ല നിറവും പ്രകാശവും ഒക്കെ ഉണ്ട്. കുറച്ച് ശബ്ദത്തോടു കൂടിയുമാണ് ഇത് കത്തുന്നത്. അപ്പോൾ പൂത്തിരി കത്തുന്നത് ഒരു രാസമാറ്റമാണ്, നമുക്കറിയാം അല്ലേ? പൂത്തിരി കത്തുമ്പോൾ ശബ്ദം, പ്രകാശം, താപം എന്നിങ്ങനെയുള്ള ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശബ്ദവും വെളിച്ചവും താപവും ഊർജ രൂപങ്ങളാണ് എന്ന് നമുക്കറിയുകയും ചെയ്യാം. പൂത്തിരി കത്തുന്ന സമയത്ത് എന്തൊക്കെ ഊർജ മാറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത്? അപ്പോൾ പൂത്തിരി കത്തുന്ന കാര്യം നമുക്കറിയാം, അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് കേൾക്കുക. അപ്പോൾ പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങളുണ്ട്, നമുക്കറിയാം. അതിൽ രാസോർജം അടങ്ങിയിരിക്കുന്നുണ്ട്. രാസോർജമാണ് പൂത്തിരിയിലുള്ളത്. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂത്തിരി കത്തുന്ന സമയത്ത് അതിലടങ്ങിയിട്ടുള്ള ഈ രാസോർജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നിങ്ങനെയുള്ള ഊർജ രൂപമായിട്ട് മാറി നമുക്കിങ്ങനെ കാണാനായിട്ടും കേൾക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ രാസോർജം എന്താണ്? താപോർജമായി മാറുന്നു, പ്രകാശോർജമായി മാറുന്നു, ശബ്ദോർജമായി മാറുന്നു. അതാണ് ഇവിടെ പൂത്തിരിയിൽ സംഭവിക്കുന്ന മാറ്റം, ഊർജമാറ്റം എന്ന് പറയുന്നത്. രാസോർജം താപോർജമായും പ്രകാശോർജമായും ശബ്ദോർജമായും മാറുന്നു. ഇവിടെ താഴെ മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി തന്നിട്ടുണ്ട്. പേപ്പർ കത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പേപ്പർ കത്തുമ്പോൾ താപം ഉണ്ടാകുന്നുണ്ട്, പ്രകാശം കാണാൻ സാധിക്കുന്നുണ്ട്. ശബ്ദമുണ്ടോ? ശബ്ദമില്ല. കർപ്പൂരം കത്തുന്ന സമയത്ത് എങ്ങനെയാണ്? താപമില്ലേ? ഉണ്ട്. പ്രകാശം കാണാൻ സാധിക്കുന്നുണ്ട്. ശബ്ദമുണ്ടോ? അവിടെയും ശബ്ദമില്ല. പടക്കം പൊട്ടുന്ന സമയത്ത് എന്താണ്? താപമുണ്ട്. പ്രകാശമുണ്ടോ? ഉണ്ട്. ശബ്ദമുണ്ടോ? ശബ്ദവും ഉണ്ട്. പാചകവാതകം കത്തുന്ന സമയത്ത് എങ്ങനെയാണ്? താപമുണ്ടോ? ഉണ്ട്. പ്രകാശവും നമുക്ക് കാണാനായി സാധിക്കും. ശബ്ദമുണ്ടോ? ശബ്ദം ഇല്ല. അപ്പം ഇങ്ങനെയാണ് രാസമാറ്റങ്ങളുടെ ഉദാഹരണം തന്നിട്ടുണ്ട്. ശേഷം എന്തൊക്കെ തരത്തിലുള്ള ഊർജ്ജ മാറ്റമാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ നോട്ട് ചെയ്ത് നമുക്കറിയാവുന്ന ഉദാഹരണങ്ങൾ വെച്ചായതുകൊണ്ട് എളുപ്പമാണ് അല്ലേ? കിട്ടിയില്ലേ? ഇനി ഊർജ്ജമാറ്റം സസ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞത് എന്താണ്? പ്രകാശ സംശ്ലേഷണം സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇവിടെ നോക്കിക്കേ, എന്താണിത്? പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരമാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതിൽ രാസോർജം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചുകൊണ്ട് ഹരിതകത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലം, ഹരിതകം, ഇത്രയും പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്.
ഏത് രൂപമാണ് ഉപയോഗിക്കുന്നത്? പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. ഊർജ്ജരൂപം ഏതാണ്? പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരരൂപം ഗ്ലൂക്കോസ് ആണ്. അങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജം എന്നത് രാസോർജമായിട്ട് സംഭരിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കറിയാം, മിന്നാമിനുങ്ങുകൾ, രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് മിന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് ഈ ഒരു പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുന്ന സമയത്ത് രാസോർജം പ്രകാശോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? രാസോർജം പ്രകാശോർജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഊർജ്ജമാറ്റത്തിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. നോക്കാം. ഊർജ്ജമാറ്റം നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മിക്സി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? മിക്സി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഊർജ്ജമാണ് മിക്സി പ്രവർത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? വൈദ്യുതോർജ്ജം അല്ലേ? വൈദ്യുതോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്ന, മിക്സി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത്. മിക്സിയിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ചലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ യന്ത്രഭാഗം ചലിക്കുന്നതിന് വേണ്ട ഊർജ്ജ രൂപം എന്താണ്? അപ്പോൾ ഇവിടെ മിക്സിയുടെ ചില യന്ത്രഭാഗങ്ങൾ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുണ്ട്. ഇതിൽ യാന്ത്രികോർജ്ജമാണ് ഉള്ളത്. യാന്ത്രികോർജ്ജം ചലിക്കുന്ന യന്ത്രങ്ങളിലുള്ള ഊർജ്ജമാണ്. ഇനി ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജ്ജം ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചലിക്കുന്ന യന്ത്രഭാഗങ്ങളിൽ യാന്ത്രികോർജ്ജം ഉണ്ട്. ഇനി മിക്സിയിൽ യന്ത്രഭാഗം പ്രവർത്തിക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മിക്സി പ്രവർത്തിപ്പിച്ച ശേഷം ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചെറിയൊരു ചൂട് അനുഭവപ്പെടുകയും ചെയ്യും, ഇല്ലേ? മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം അങ്ങനെ വിവിധ ഊർജ്ജ രൂപങ്ങളായിട്ട്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ വിവിധ ഊർജ്ജ രൂപങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഏതൊക്കെ ഊർജ്ജ രൂപമായിട്ടാണ് മാറുന്നത്? മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് വൈദ്യുതോർജ്ജം ഉപയോഗിച്ചുകൊണ്ട്, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കിക്കൊണ്ടാണ് ഇവിടെ മിക്സി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. ശബ്ദം ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാകുന്നു. ചെറിയൊരു ചൂട് അനുഭവപ്പെടുന്നില്ലേ ഓഫാക്കുമ്പോൾ? അപ്പോൾ എന്താണ്? താപോർജ്ജവും ഉണ്ട് എന്നുള്ളതാണ്. താപോർജ്ജം ഓക്കെ ആണല്ലോ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, ശബ്ദോർജ്ജമായി മാറുന്നു, താപോർജ്ജമായും മാറുന്നു. ഓക്കെ, ഇങ്ങനെ മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുന്നു എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലായി. ഇങ്ങനെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്ന മിക്സി അല്ലാതെയുള്ള മറ്റ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം. മിക്സി അല്ലാതെ മറ്റ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഫാൻ നമുക്ക് പറയാം, മോട്ടോർ, ഗ്രൈൻഡർ, ഡ്രില്ലിംഗ് മെഷീൻ, ഇവയെല്ലാം എങ്ങനെയാണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ശേഷം ഇത് ഇവിടെ തന്നിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിക്കേ. ഇവിടെ ഏതെല്ലാം ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PSC ചോദിക്കാറുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഏത് തരത്തിലുള്ള ഊർജ്ജമാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇതെന്താണ്? അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് എന്ത് സംഭവിക്കുന്നു? കറണ്ടിൽ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചൂടാവുന്നു, താപം പുറപ്പെടുവിക്കുന്നു. താപോർജ്ജം, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഇനി ഇതെന്താണ്? ബാറ്ററി എന്താണ്? കറണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നല്ലേ? ഇപ്പം രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു. കറണ്ടാണ് ഇവിടെ, വൈദ്യുതോർജ്ജമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാസോർജ്ജത്തിൽ നിന്ന് രാസോർജ്ജത്തിൽ നിന്ന് വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നു. ഇനി ഇവിടെ സ്പീക്കേഴ്സ് ആണ്. സ്പീക്കേഴ്സിൽ നിന്നുണ്ടാകുന്നത് ശബ്ദമാണ്, ശബ്ദോർജ്ജമാണ്. എന്തിൽ നിന്നും? വൈദ്യുതോർജ്ജത്തിൽ നിന്നാണ്. വൈദ്യുതോർജ്ജത്തിൽ നിന്ന് ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. പിന്നെ ഇതിവിടെ ബാറ്ററി വെച്ച് ഒരു ലൈറ്റ് കത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ബാറ്ററിയിലെ രാസോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? പ്രകാശം കൊണ്ടുവന്നു, പ്രകാശോർജ്ജമായി മാറി. പ്രകാശം ഓക്കെ. അപ്പോൾ രാസോർജ്ജത്തിൽ നിന്ന് പ്രകാശോർജ്ജമായിട്ട് മാറി. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്. എന്തെല്ലാം മാറ്റങ്ങളാണ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. ഇനി ഊർജ്ജമാറ്റവും ഊർജ്ജ നഷ്ടവും. ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറേ അധികം ഊർജ്ജം നമ്മൾ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുന്നുണ്ട്.
അതായത് വൈദ്യുത ബൾബൊക്കെ പ്രകാശിക്കുന്ന സമയത്ത് അതിൽ പ്രകാശം മാത്രമല്ലല്ലോ, താപവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, താപവും ഉണ്ടാകുന്നുണ്ട്. ഈ താപം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ഇവ പ്രയോജനപ്പെടുത്താതെ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഒരു തരം ഊർജ്ജമാണ്. അപ്പം ഇവിടെ താഴെ നൽകിയിരിക്കുന്ന ഈ ഒരു 3 ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഇതിൽ ഇവിടെ ഫിലമെന്റ് ബൾബിൽ വൈദ്യുതോപയോഗം കൂടുതലാണ്, താപോർജ്ജവും അതുപോലെ തന്നെ വളരെ കൂടുതലാണ്. എന്നാൽ CFL വൈദ്യുതോപയോഗം കുറവാണ്, താപോർജ്ജവും കുറവാണ്. ഇവിടെ LED ബൾബായപ്പോഴേക്കും വൈദ്യുത ഉപയോഗം വളരെ കുറവും താപോർജ്ജം വളരെ കുറവുമാണ്. നമ്മളിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ LED ബൾബുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ആദ്യമൊക്കെ കൂടുതൽ ഫിലമെന്റ് ബൾബുകളായിരുന്നു, പിന്നീട് ഇപ്പം മാറി നമ്മൾ LED ബൾബുകളിലേക്ക് മാറി. അതിനു വേണ്ടിയുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, LED ബൾബുകൾ കൂടുതൽ ഉപയോഗിക്കണം. അതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? വൈദ്യുത ഉപയോഗം വളരെ കുറവാണ്, അതുപോലെ താപോർജ്ജം വളരെ കൂടുതലാണ്. ഏകദേശം LED ബൾബുകൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, അതുപോലെ വളരെ കുറച്ച് താപോർജ്ജം മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇങ്ങനെ ബൾബ് കത്തുന്ന സമയത്ത് പ്രകാശോർജ്ജത്തോടൊപ്പം തന്നെ ഉണ്ടാകുന്ന താപോർജ്ജം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ഉപയോഗിക്കാത്ത താപോർജ്ജം എന്ന് പറയുന്നത് ഊർജ്ജ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. ഫിലമെന്റ് ബൾബുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ വൈദ്യുതി ആവശ്യമായിട്ട് വരും, കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും. അപ്പോൾ എന്താണ്, കൂടുതൽ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. എന്നാൽ LED ബൾബുകൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ എടുക്കുള്ളൂ, വളരെ കുറച്ച് താപോർജ്ജം മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ LED ബൾബുകൾ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് കാര്യം, നമുക്ക് പണം ലാഭിക്കാം, വീണ്ടും വീണ്ടും റെക്കറൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് പറ്റും, ഇടയ്ക്കിടെ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് പണം ലാഭിക്കുകയും ചെയ്യും, അതുപോലെ മാലിന്യം കുറയ്ക്കുകയും ചെയ്യും. അവിടെ വരുന്ന മറ്റൊരു കാര്യം അതാണ്, മാലിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനും ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും ഈ ഒരു LED ബൾബുകളാണ് നല്ലത്. അതിനാൽ തന്നെ KSEB ഈ ഒരു LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വൈദ്യുതി ബോർഡ് LED ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ഇനി താഴെ കുറച്ച് ഉദാഹരണങ്ങൾ, സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഏതെല്ലാം ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നു, ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏതാണ്, ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജ രൂപം ഏതാണ് എന്നുള്ള കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ സഹിതം പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ജലത്തിൻ്റെ മോട്ടോർ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തൊക്കെ ഊർജ്ജ രൂപം ഉണ്ടാകും? അവിടെ യാന്ത്രികോർജം, താപോർജം, ശബ്ദോർജം എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപം? യാന്ത്രികോർജം മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. അതിലെ താപോർജവും ശബ്ദോർജവും ഉപയോഗപ്പെടുത്താത്ത ഊർജ്ജ രൂപങ്ങളാണ്. ഫാൻ പ്രവർത്തിക്കുന്ന സമയത്ത് വൈദ്യുതോർജം എന്തായാലും വേണം, വൈദ്യുതോർജം, താപോർജം, അതുപോലെ ശബ്ദോർജം, ചെറിയ ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജമുണ്ട്. ഇതിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വൈദ്യുതോർജം മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മറ്റ് 2 ഊർജ്ജങ്ങൾ, ഇപ്പോൾ താപോർജമായാലും ശബ്ദോർജമായാലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല. ഇനി മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യാന്ത്രികോർജം ഉപയോഗിക്കുന്നുണ്ട്, താപോർജം ഉപയോഗിക്കുന്നുണ്ട്, ശബ്ദോർജം ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ ഏത് ഊർജ്ജരൂപം നമ്മൾ ഉപയോഗിക്കുന്നത്? യാന്ത്രികോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിക്കാത്തത് ഏതൊക്കെയാ? താപോർജവും ശബ്ദോർജവും തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാസമാറ്റം, ഭൗതികമാറ്റം, ഊർജ്ജമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അറിവ്, ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി. ഇവിടെ നിന്ന് പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ മാറ്റങ്ങളിലെ ഊർജ്ജ നഷ്ടം എന്നുള്ളത് കുറയ്ക്കുകയും ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇതിലൂടെ നമുക്ക് എന്താണ്, ഊർജ്ജ സംരക്ഷണത്തിന് സഹായിക്കുകയും ചെയ്യാം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പടക്കം പൊട്ടുന്നു, കുപ്പി പൊട്ടുന്നു, പട്ടത്തിൻ്റെ ചരട് പൊട്ടുന്നു, വൈദ്യുതി കമ്പി പൊട്ടുന്നു. ഏതാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത്? പടക്കം പൊട്ടുന്നു എന്നുള്ളതാണ്. ഇനി താഴെ പറയുന്ന മാറ്റങ്ങൾ പരിശോധിച്ച് രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ എന്ന് എഴുതുക. ഇതിപ്പോൾ നമ്മൾ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങളൊന്ന് പൗസ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടെങ്കിൽ എളുപ്പമായി, അത്രയും മനസ്സിലായി എന്നുള്ളതിന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നത്? കർപ്പൂരം കത്തുന്ന സമയത്ത് ആലോചിക്കുക, ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ ഉണ്ടാകുന്നത്?
ഇത് രാസമാറ്റമാണ്. ചെമ്പ് പാത്രം ക്ലാവ് പിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? രാസമാറ്റമാണ്. വിറക് കീറുമ്പോൾ എന്താണ്? ഭൗതിക മാറ്റമാണ് ഉണ്ടാകുന്നത്. ദോശമാവ് പുളിക്കുന്നത് രാസമാറ്റമാണ്. ടാർ ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. ടവൽ ജലം വലിച്ചെടുക്കുന്നത് ഭൗതിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത് എന്താണ്? ഭൗതിക മാറ്റമാണ്. മത്സ്യം കേടാവുന്നത് രാസമാറ്റമാണ്. പച്ചില പഴുത്ത് മഞ്ഞ നിറമാകുന്നത് ഇതേതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വൈദ്യുതോർജ്ജം വ്യത്യസ്ത ഊർജ രൂപങ്ങളാക്കി മാറ്റി ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഊർജ മാറ്റങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളുടെ പേര് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഏതൊക്കെ ഉപകരണങ്ങളാണ്? അപ്പോൾ കറണ്ടിൽ കുത്തിയിട്ട് ചൂടാവണം. ഏതാണ്? ഫസ്റ്റ് നമുക്ക് പറയാം അയൺ ബോക്സ് പറയാം, ഇൻഡക്ഷൻ കുക്കർ, വാട്ടർ ഹീറ്റർ, ഹെയർ ഡ്രയർ, ടോസ്റ്റർ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയാൻ പറ്റും. ഇനി വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു. രാസോർജ്ജമാക്കി മാറ്റണമെങ്കിൽ ബാറ്ററി ചാർജർ, ഇലക്ട്രോപ്ലേറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വൈദ്യുതോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നതിന് ഉദാഹരണമാണ്. മൂന്നാമത്തേത് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ശബ്ദമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. എന്താണ്? റേഡിയോ, ലൗഡ് സ്പീക്കർ, ഹെഡ്ഫോണുകൾ, ബെല്ല്, ഡോർ ബെല്ല് പോലെയുള്ളത് ഒക്കെ എന്താണ്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. ലാസ്റ്റത്തത് വൈദ്യുതോർജ്ജം, ലാസ്റ്റത്തെയല്ലേ? അതെ, ലാസ്റ്റത്തെയാണ്. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റുന്നത്. പ്രകാശമാണ് വരേണ്ടത്. ലൈറ്റ്, വൈദ്യുതി കടത്തി വിടുമ്പോൾ പ്രകാശം സംഭവിക്കും, പ്രകാശം ഉണ്ടാകുന്നു. ഏതാണ്? LED ബൾബ്, ട്യൂബ് ലൈറ്റ്, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്, ടെലിവിഷന്റെ സ്ക്രീന്, ടോർച്ച്, ഇവയെല്ലാം ഇതുപോലെ വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്ന സന്ദർഭങ്ങളാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. താപം സ്വീകരിച്ച് നടക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ രാസമാറ്റമാണ്. ഈ പ്രസ്താവന ശരിയാണോ? താപം സ്വീകരിച്ച് നടക്കുന്ന മാറ്റങ്ങളെല്ലാം രാസമാറ്റങ്ങളാണ്. ആണോ? ഈ പ്രസ്താവന ശരിയല്ല കേട്ടോ. താപം ആഗിരണം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളൊന്നും രാസമാറ്റങ്ങളല്ല. താപം ആഗിരണം ചെയ്യുന്നതിലൂടെയും ഭൗതിക മാറ്റങ്ങൾ സംഭവിക്കാം. ഭൗതിക മാറ്റങ്ങളിൽ പദാർത്ഥം താപം ആഗിരണം ചെയ്യുന്നതിലൂടെ അവസ്ഥാമാറ്റത്തിന് വിധേയമാകുകയും ചെയ്യുന്നു. ആണ് ഈ ഒരു പ്രസ്താവന ശരിയല്ല, തെറ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രേഡ് കൂടിക്കൂടി വരികയാണ്. 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്ററാണ്. നമ്മളിനി വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അന്നു തന്നെ പഠിച്ച് തീർക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബേസ് സെറ്റാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.